ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ധാരണയായിരിക്കുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത്. നിർത്തിവെച്ച വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനും പ്രധാനമന്ത്രിമാർ തീരുമാനിച്ചു. പരസ്പര ബഹുമാനം, പരമാധികാരത്തോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും കാനഡ ഇന്ത്യ ബന്ധമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. നരേന്ദ്രമോദിയുടെ G7 ഉച്ചകോടിയിലെ സാന്നിധ്യം ലോക സമ്പദ്ഘടനയിൽ ഇന്ത്യ വഹിക്കുന്ന പങ്കിന്റെ തെളിവാണെന്ന് മാർക്ക് കാർണി പറഞ്ഞു. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ സാമ്പത്തിക സഹകരണം, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായാണ് വ്യക്തമായിരിക്കുന്നത്. സാമ്പത്തിക വികസനം, ഊർജം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചകൾ നടന്നു. ഒരു ദശാബ്ദത്തിനു ശേഷമാണ് മോദി കാനഡയിലെത്തുന്നത്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സൗഹൃദം ശക്തമായി തുടരുമെന്നും വ്യാപാരം, ഊർജം, ബഹിരാകാശം, ധാതുസമ്പത്ത് തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം തുടരുമെന്നുമാണ് മോദി പ്രതികരിച്ചത്. കനേഡിയൻ സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. ഇതേ തുടർന്ന് 2023 ഒക്ടോബറിൽ ഇന്ത്യ 6 കനേഡിയൻ നയതന്ത്രജ്ഞരെ പിൻവലിച്ചു. കാനഡയിലെ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയെയും മറ്റു ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിക്കുകയായിരുന്നു. നിജ്ജാറിന്റെ മരണത്തെക്കുറിച്ച് കാനഡ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയായിരുന്നു നടപടി. ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മോശമാവുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും G7 രാജ്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കാനഡ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം റഷ്യ-യുക്രൈൻ സംഘർഷം സംബന്ധിച്ച് പൊതുനിലപാടിൽ എത്താതെയാണ് G7 ഉച്ചകോടി അവസാനിച്ചത്. പൊതുനിലപാടിന് വിരുദ്ധമായി റഷ്യൻ അനുകൂല നിലപാട് സ്വീകരിച്ച് നേരത്തെ മടങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയമാണ് ഭിന്നത സൃഷ്ടിച്ചത്. ഉച്ചകോടിക്കെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മറ്റു നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. കാനഡ യുക്രൈന് കൂടുതൽ സൈനിക സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. ട്രംപ് നേരത്തെ മടങ്ങിയതിനെ തുടർന്ന് പൊതുപ്രമേയം ഒപ്പുവെക്കാതെയാണ് ഉച്ചകോടി പിരിഞ്ഞത്. പൊതുപ്രമേയത്തിനായി ചർച്ച ചെയ്ത ധാതുഖനനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുമിച്ച് നീങ്ങാൻ മറ്റു നേതാക്കൾ തീരുമാനിച്ചു. ഇറാനിൽ അധികാരമാറ്റത്തിനുള്ള ശ്രമം മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ US-ന് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇസ്രായേൽ-ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കെ അമേരിക്കയിലെമ്പാടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേലിനുമെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. വൈറ്റ് ഹൌസിന് പുറത്തും ന്യൂയോർക്ക് സിറ്റി, മാൻഹട്ടൻ എന്നിവിടങ്ങളിലുമാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടരുതെന്നും ഇനിയും യുദ്ധങ്ങൾ വേണ്ടെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹാൻഡ്സ് ഓഫ് ഇറാൻ, വംശഹത്യയ്ക്ക് പണം നൽകുന്നത് നിർത്തണം എന്നെഴുതിയ പ്ലക്കാർഡുകളും പ്രതിഷേധക്കാരുടെ കയ്യിലുണ്ടായിരുന്നു.